ഇന്ന് നമുക്ക് മോളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ ഞാൻ ക്യാബേജൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴുകി വാരി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ തേങ്ങയൊക്കെ തലേദിവസം തന്നെ ചിരകി വെക്കും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ സോയാബീനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കാം കേട്ടോ. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് നല്ലൊരു ചമ്മന്തി റെഡിയാക്കാം. ഉണക്കമുളകും ഉള്ളിയും അതുപോലെ തന്നെ പുളിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ വറ്റൽമുളകും ഉള്ളിയും ഒക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യാബേജൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് ഇത് കൂട്ടിയിട്ട് മാത്രമായിട്ട് കഴിക്കാം. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ 1-2 കറികൾ കൊടുത്തു വിടാറുണ്ട്. ഗ്രേവി ടൈപ്പുള്ള കറികളൊന്നും കൊടുത്തു വിടാറില്ല. ഇതുപോലെയുള്ള കറികളാണ് കേട്ടോ കൊടുത്തു വിടാറ്. അങ്ങനെ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ചോറെടുത്ത് വെക്കുന്നുണ്ട്. ഇനി ക്യാബേജും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ചെറിയൊരു ഉണ്ട ചമ്മന്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇനി 2 പപ്പടം കൂടി വറുത്ത് നമുക്ക് മോൾക്ക് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ലഞ്ച് റെസിപ്പി ഇത്രയേ ഉള്ളൂ.